അങ്ങനെ 5 വർഷം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ ആഞ്ചലീന അതെ ചൈൽഡ് കെയറിൽ നിന്നും ഗ്രാജുവേറ്റഡ് ആയിരിക്കുകയാണ്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം സ്കൂളിൽ പോകാനായിട്ട്. ആഞ്ചിക്കുട്ടൻ 9 മാസമുള്ളപ്പോഴാണ് നമ്മൾ ചൈൽഡ് കെയർ കൊണ്ടാക്കുന്നത്. നമ്മൾ രണ്ടും നഴ്സസ് ആയതുകൊണ്ടും ഷിഫ്റ്റ് വർക്ക് ആയതുകൊണ്ടും നമുക്ക് അതായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. കൊണ്ടുവിടുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞത്. അവള് വിഷമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ യൂസ്ഡായി. ഒരു 3 മാസം ഞാൻ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇച്ഛായും ചോദിച്ചു, എന്തിനാണ് കൊച്ചു കരയുന്നത്? അവൾ പോകുന്നത് അവള് ലോകം എന്താണെന്നറിയാനും അവൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനാണ്? അവൾക്ക് ബോറടിക്കത്തില്ലേ? അവൾ അവിടെ പോയി അവളുടെ സോഷ്യൽ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് അവൾ നല്ലൊരു കൊച്ചായിട്ട് വളരാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് കരയുന്നത്. അവളത് സന്തോഷിക്കുന്നു, അവളത് പോയി ചെയ്യുന്നു. അന്ന് മുതൽ ഞാനും പിന്നെ സന്തോഷിച്ച് തന്നെയാണ് അവളെ വിടുന്നത്. അവളുടെ ഓരോ പ്രോഗ്രസ്സും നമ്മൾ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നല്ല നല്ല ടീച്ചേഴ്സിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ദേവിത മിടുക്കിയായിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വി ആർ സോ പ്രൗഡ് ആസ് പേരൻസ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് അഞ്ചിക്കുട്ടൻ സ്കൂളിലേക്ക് കയറുകയാണ്. ഇവിടെ സ്കൂളിന് പ്രെപ്പ് എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത്. പ്രെപ്പ് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഇയർ 1. ഓക്കെ, അപ്പം അഞ്ചിക്കുട്ടന് എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവരുടെയും ഉണ്ടായിരിക്കണം. അപ്പം ഞങ്ങൾ എന്നാൽ ഇനി സ്കൂൾ പ്രിപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ.